വരുന്നോ? സഹദേവന്മാരെ കാണാമെന്നാണോ? അല്ല, മാനേജർ വിക്രമൻ നായരുണ്ടോ? ആ, അഭ്യാസമുണ്ട്. അങ്ങോട്ടിരിക്കാം. വേണ്ട, ഞാനിവിടെ നിന്നോളാം. കുഞ്ഞിന്റെ പേരെന്താ? രമേശ്. ആ, മോൻ പോയി കളിച്ചു. വേണ്ട മോനെ, ഈ വീട്ടിൽ അങ്ങനെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. മോൻ പോയിക്കോ. സുധി കളിക്കുന്നത് ഇവിടത്തെ വേലക്കാരി പാർവതിയുടെ മോൻ രാജുവിന്റെ കൂടെ. ഇതിൽ മുതലാളിയുടെ മോനേതാ വേലക്കാരിയുടെ മോനേതാ എന്ന് പറയാൻ പറ്റുമോ? എന്റെ പേര് സുധാകരൻ, ഇത് രാജു, ഞാൻ രമേശ്. നമുക്ക് കളിക്കാം. ആ, വിക്രം സാർ വരുന്നുണ്ട്. നീ എന്തിനെങ്ങോട്ട് വന്നു? കിടപ്പാടം കൂടെ നഷ്ടപ്പെട്ട് ഞാൻ എങ്ങോട്ട് പോകും? അതിന് മറുപടി പറയേണ്ടത് ഞാനല്ല. ഞാൻ നിന്റെ മരിച്ചുപോയ ഭർത്താവിന്റെ സ്നേഹിതനായിരുന്നു, സമ്മതിക്കുന്നു. പക്ഷെ അതിന്റെ പേരിൽ എന്നെ ഉപദ്രവിക്കുന്നതിനും ഒരു അതിരുണ്ട്. ആ ബന്ധത്തിന്റെ പേരിലാണ് എല്ലാ സ്വത്തുക്കളും വിശ്വസിച്ചേൽപ്പിച്ചത്. ഇന്ന് ഞാനും എന്റെ മോനും വഴിയാധാരമായി. ഒടുവിൽ കുറ്റം എന്റേതായി. നന്ദിയില്ലാത്ത വർഗം. ഇത്രയും കാലം ശമ്പളമില്ലാതെ സ്വത്തുക്കൾ നോക്കി നടന്നതിന് കിട്ടിയ കൂലി. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. അനാഥരായ ഞങ്ങളെ തെരുവിലിറക്കരുത്, ആ ഒരു അപേക്ഷയുള്ളൂ. പിന്നെ മുതലാളി വരേണ്ട സമയമായി. ഇവിടുന്ന് ഒപ്പാരി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. മര്യാദയ്ക്ക് ഇറങ്ങി പോയിക്കോ, അല്ലെങ്കിൽ കഴുത്തിൽ പിടിച്ചിറക്കേണ്ടി വരും. നല്ല നിലയിൽ കഴിഞ്ഞിട്ട് ഈ നാട്ടിൽ കൂലിവേല ചെയ്യാൻ മനസ്സ് വരുന്നില്ല. കുറച്ച് പണം തന്നാൽ അന്യനാട്ടിൽ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ഒരു ചില്ലിക്കാശ് ഞാൻ തരില്ല. തരാനുള്ളതും അതിലധികം തന്നു കഴിഞ്ഞു. അന്യനാട്ടിൽ പോയാൽ കൂലിവേല ചെയ്യേണ്ടി വരില്ല, അല്ലാതെ തന്നെ കഴിയാനുള്ള കോളുണ്ട്. ഇത് പറഞ്ഞ നിന്റെ നാക്ക് അഴുകിപ്പോകൂടെ പാപി. വിശ്വസിച്ച് ഞങ്ങളെ ചതിച്ചു സ്വത്ത് മുഴുവൻ കൈക്കലാക്കി. ദൈവം നിർത്തൻ മോളിലുണ്ട്, അത് മറക്കണ്ട. നിന്റെ ഒരു ദൈവം എന്നാൽ നിന്നെ ദൈവം സഹായിച്ചോളും.